ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്നൊരു കിടിലൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. വളരെ വെറൈറ്റി ഉള്ളൊരു മസാലയൊക്കെ തയ്യാറാക്കി ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ലെഗ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വൃത്തിയായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അര സവാള, ചെറിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ചാണ് വേണ്ടതെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. കോൺഫ്ലവർ 2 ടീസ്പൂൺ ആണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. നമുക്ക് അരച്ചെടുത്ത ഈ പേസ്റ്റ് ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ലെഗ് പീസ് ആണെങ്കിൽ വരഞ്ഞെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ മസാല ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത ശേഷം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ സൈഡും മറിച്ച് തിരിച്ചും ഇട്ട് കൊടുക്കണം. ഓരോ സൈഡ് വേകുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു റെഡ് കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ ഒരു ചിക്കൻ ഫ്രൈയുമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ.